എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര നമ്മൾ തുടങ്ങുകയാണ്. അത് ഇവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. എന്താണത് നിങ്ങളുടെ എല്ലാവരുടെയും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ടൈപ്പ് ചെയ്യാവോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടത്? ടൈപ്പ് ചെയ്തോളൂ, നോക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുന്നോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. അത് മറ്റൊന്നുമല്ല, സന്തോഷത്തിലേക്കുള്ള യാത്ര. യെസ്, ശാന്തി, സന്തോഷം, സമാധാനത്തിലേക്കുള്ള യാത്ര. മനസ്സിനെ കീഴടക്കുക, ജീവിതത്തെ മാറ്റിമറിക്കുക. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സിലല്ല എന്ന് ആദ്യം നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പല മോട്ടിവേഷൻ ക്ലാസ്സുകളും പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന ബോധ്യത്തിൽ നിന്നാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയോ എനിക്ക് മാറണം എന്ന ചിന്തയിൽ നിന്നാണ്. അതെന്താണ്? നിങ്ങളുടെ മനസ്സിന് സമാധാനം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തിരികെ നേടണം എന്നുള്ള ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് വളരെ ലളിതവും എന്നാൽ പരമമായ സത്യമാണ്. സത്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. എത്ര പേർക്ക് അറിയാം ആരാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന്? ഒന്ന് അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? എൻ്റെ അല്ല, നിങ്ങൾ അവനവൻ്റെ. യെസ്, ടൈപ്പ് ചെയ്തോളൂ, നോക്കട്ടെ എത്ര പേർക്ക് അറിയാമെന്ന്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രത്തെയും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രത്തെ ഞാൻ ആദ്യം കാണിച്ചു തരണോ, ശത്രുവിനെ ആദ്യം കാണിച്ചു തരണോ? ആരെയാണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ തൊട്ട് കാണിച്ചു തരേണ്ടത്? ഇവിടെയാണ് നിങ്ങൾക്ക് ആദ്യം ശത്രുവിനെ കാണണോ, മിത്രത്തെ അറിയണോ? മിത്രം, ശത്രു, ശത്രു, ബോർത്താസേ. രണ്ടും ഒരേ ആൾ തന്നെയാണ്. അവൻ്റെ പേരാണ് മനസ്സ്. നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്നതും നിങ്ങളെ നിങ്ങളല്ലാതാക്കി നിർത്തുന്നതും നിങ്ങളെ അടിമയാക്കിയതും നിങ്ങളെ തൊഴിലാളിയാക്കിയതും നിങ്ങളെ കരയിപ്പിക്കുന്നതും നിങ്ങളെ ചിരിപ്പിക്കുന്നതും ഈ മനസ്സിൻ്റെ കളികൾ മാത്രമാണ്. ഏതൊരുത്തനാണോ അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, അവനവൻ്റെ മനസ്സിൻ്റെ മാസ്റ്ററായി മാറുന്നത്, അവൻ മാത്രമാണ് സ്വന്തം ജീവിതത്തിലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാസ്റ്ററായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ വിഷമിക്കുന്നത് പുറത്തുള്ള സാഹചര്യങ്ങൾ ഒന്നും കൊണ്ടല്ല, അത് നമ്മുടെ സാഹചര്യങ്ങളെ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ നിങ്ങളെ അവഗണിച്ചാൽ തൊട്ടടുത്ത നിമിഷം നമ്മുടെ മനസ്സ് കഥകൾ മെനയാൻ തുടങ്ങും. അവർക്ക് എന്നെ ഇഷ്ടമല്ല, അവൻ എന്നെ ഇഷ്ടപ്പെട്ടില്ല, എനിക്കൊരു വിലയുമില്ല, ഞാനൊരു വിലയില്ലാത്തവളാണ്, അല്ലെങ്കിൽ എനിക്കൊരു മതിപ്പുമില്ല എന്നുള്ള ഓരോ പുതിയ പുതിയ കഥകൾ കണ്ടെത്തി മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് തിരിച്ചറിയുക. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ തലച്ചോറ് ദിവസവും ആയിരക്കണക്കിന് ചിന്തകൾ സൃഷ്ടിക്കുന്നു. കൃത്യമായി കണക്ക് പറഞ്ഞാൽ
60,000 മുതൽ 70,000 വരെ ചിന്തകൾ ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ വിഷയം എവിടെയാന്ന് വെച്ചാൽ അതിൽ 60% ആവർത്തന ചിന്തകൾ മാത്രമാണ്. അതായത് നേരത്തെ ചിന്തിച്ചത് തന്നെ വീണ്ടും ചിന്തിക്കുന്നു, അല്ലെ ഇന്നലെ ചിന്തിച്ചത് തന്നെ വീണ്ടും ചിന്തിക്കുന്നു, ഇന്ന് ചിന്തിക്കുന്നത് തന്നെ നാളെ വീണ്ടും ചിന്തിക്കുന്നു, 5 മിനിറ്റ് മുമ്പ് ചിന്തിച്ചത് വീണ്ടും ചിന്തിക്കുന്നു. അങ്ങനെ 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 ആവർത്തിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഇതാണ്: നെഗറ്റീവ് ചിന്തകളാണ് തുടർച്ചയായി നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്തായിത്തീരും? ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നെഗറ്റീവ് തന്നെയായി തീരുമെന്ന്. അവിടെയാണ് നമ്മുടെ കോഴ്സിൻ്റെ ആവശ്യകത വരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വെറും മോട്ടിവേഷൻസ് അല്ല എന്നും, കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത് റിപ്പീറ്റഡായി പറയുന്നു എന്ന് വെച്ചാൽ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു തീപ്പൊരി പോലെയുള്ള സംഭവമാണ്. തീപ്പൊരി കൊണ്ട് എന്താ ഗുണം? ചില സമയത്ത് അങ്ങ് കത്തും, പിന്നെ അത് പതുക്കെ കെടുകയും ചെയ്യും. അവിടെയാണ് നമ്മൾ ജേണി ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് മാസ്റ്ററി മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ഒരു മോട്ടിവേഷൻ കോഴ്സ് അല്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഞാനിവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന യാത്രയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സിൻ്റെ ഭ്രാന്തമായ ഓട്ടത്തെ എങ്ങനെ നിർത്താം. യെസ് വേണോ? എല്ലാവരും ടൈപ്പ് ചെയ്തു. യെസ് ഓർ നോ? വേണോ നിങ്ങൾക്കിതെല്ലാം? മനസ്സിൻ്റെ ഭ്രാന്തമായ ഓട്ടം എങ്ങനെ നിർത്താമെന്ന് പഠിക്കണോ? കമോൺ പറഞ്ഞോളൂ. യെസ് എന്ന് പറഞ്ഞോളൂ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. എല്ലാവരും ഫോൺ കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. ഒരു 5-6 കാര്യങ്ങൾ പറയും, നിങ്ങളുടെ ഉത്തരമായിരിക്കണം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. യെസ്, പോരട്ടെ. രണ്ടാമത്തത്, ചിന്തകളെ നിരീക്ഷിക്കാൻ പഠിപ്പിക്കും. നിർത്താൻ ഞാൻ പഠിപ്പിക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിർത്താൻ പറ്റാത്ത ഒരു സാധനം. അപ്പം ചിന്തകൾ അവിടെ ഉണ്ടാവും, പക്ഷെ അതിനെ നിരീക്ഷിക്കാൻ ഞാൻ പഠിപ്പിക്കുന്നു. പിന്നെയോ മൂന്നാമതായിട്ട്, വികാരങ്ങളെ നിയന്ത്രിച്ച് ശക്തിയുള്ളതാക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കും. നാലാമത്തത്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കും. അഞ്ചാമതായി, ചിന്തകൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമായി മാറുന്നത് എന്നുള്ള പ്രക്രിയ നിങ്ങൾ കടന്നു പോകും. ജീവിതം മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് മാറ്റണം? ചിന്തകൾ മാറ്റണം. അപ്പോൾ ചിന്തകൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമായി മാറുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, തിയറി അതിൻ്റെ കാര്യങ്ങൾ. പിന്നെയോ വിഷ്വലൈസേഷൻ എന്താണെന്നും, അഫർമേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യം എന്താണെന്നും, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ശക്തി എന്താണെന്നും നിങ്ങൾ പഠിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ വേദന അനുഭവിച്ചിട്ടുള്ളത് ഏത് സമയത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അനുഭവിച്ച വേദനകൾ മിക്കതും നമ്മുടെ പ്രതികരണത്തിൽ നിന്നുണ്ടായവയിൽ മാത്രമാണ്. നമ്മൾക്ക് ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിരസ്കാരങ്ങൾ കുറ്റപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മൾ പഠിക്കണം, അറിയണം. എവിടെ, എപ്പോൾ, എങ്ങനെ പ്രതികരിക്കണം, ഇത് നിങ്ങൾ ഇവിടെ വിശദമായി പഠിക്കും ഇനിയുള്ള ദിവസങ്ങൾ. അതുകൂടാതെ കണ്ട് നിങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട സ്ഥിരമായ സന്തോഷവും സ്ഥിരമായ ആത്മവിശ്വാസവും നമുക്കിവിടെ നിർമ്മിച്ചെടുക്കണം. ഒരു കാര്യം ഇപ്പോൾ ചോദിച്ചോട്ടെ, സ്ഥിരമായ സന്തോഷവും സ്ഥിരമായ ആത്മവിശ്വാസം വേണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരും ഉണ്ടാവില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചോദിച്ചോട്ടെ. ഒന്ന് പേരെഴുതിക്കോട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ രസമുള്ള കാര്യം. അതൊരു രസമുള്ള കാര്യം, എല്ലാവർക്കും വേണ്ട. പായസം എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ, അതുപോലെ ചിലവർക്ക് ഇഷ്ടം സ്ഥിരമായ സന്തോഷം. മനീഷ ഇപ്പോൾ ആലോചിക്കുന്നത് എനിക്കതൊന്നും അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് കുറച്ച് പണം മാത്രമാണ്. സ്ഥിരമായ സന്തോഷമൊക്കെ പിന്നെ വാങ്ങിക്കാം, അതൊക്കെ പിന്നെ. ഇത് കിട്ടിയാൽ മാത്രമേ അത് കിട്ടുള്ളൂ മനീഷ, അതുകൊണ്ട് മറക്കണ്ട. മനീഷ ഇതൊക്കെ എന്ത് രസാ മണി.
അതാണ് എൻ്റെ. ഇല്ല, നിൽക്കൂല ഭായി, നിൽക്കത്തില്ല. ഇതില്ലെങ്കിൽ മണി വരും, അത് അതിൻ്റെ വഴിക്ക് പോകും. കാരണം എന്താണെന്ന് അറിയും, മണിയെപ്പറ്റി ശരിക്കും പഠിക്കണേ. നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റ ഉദാഹരണം ഈ പറയുന്നതിനിടയിൽ പറഞ്ഞു പോകാം, ആ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് പറഞ്ഞു പോകാം. നിങ്ങൾ ഇത്രയും പറഞ്ഞു, പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഒറ്റ മാത്രം ആലോചിക്കുക. നിങ്ങൾക്ക് ഒരു കുട്ടിയെ വേണം, കുട്ടിയെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെ? ജനിക്കുന്ന പുതിയ കുട്ടിയല്ല, ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പുറത്തെ വീട്ടിലെ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന്, ചെറിയൊരു കുട്ടി, നല്ല പാവം കുട്ടി, നല്ല ഇഷ്ടമാണ്, നല്ല ആഹാ മനോഹരമായ കുട്ടിയാണ്, ഇഷ്ടമാണ്. പക്ഷെ ആ കുട്ടി നിങ്ങളടുത്ത് വന്നാൽ നിങ്ങളെ തുടങ്ങും, നീ അത് ചെയ്യല്ല, അത് തുടരുത്, ഇത് തുടരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പരാതികളുടെ പരിഭവം ആ കുട്ടിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ആ കുട്ടിക്ക് എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് വന്നിരിക്കാൻ തോന്നുമോ, തോന്നില്ലേ? ഉത്തരം നിങ്ങൾ പറയാം. തോന്നുമെന്നുള്ളവരെല്ലാവരും പറഞ്ഞോളൂ, തോന്നുമെന്ന്. ആ കുട്ടി വരുമോ നിങ്ങളുടെ അടുത്ത്? വരില്ലേ? ഇവിടെ കുറേ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂള് വെക്കേഷനായപ്പോൾ ഒറ്റ എണ്ണത്തിൽ കാണുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറേ എണ്ണം സാറേന്ന് പറഞ്ഞ് വരുന്ന കുറേ എണ്ണം കാണാറുണ്ട്. ഇപ്പോൾ എവിടെ പോയെന്ന് എല്ലാവരും. സ്കൂൾ വെക്കേഷനായപ്പോൾ എല്ലാവരും പോയി. കാരണം ഞാനൊരു കുട്ടിയായതുകൊണ്ട് എനിക്ക് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനൊരു കുട്ടിയാണല്ലോ, അതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളെ സമപ്രായക്കാരാണ്. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നിങ്ങളുടെ അടുത്ത് കൂടുതൽ കൂട്ടാൻ ഞാനില്ല. നമുക്ക് വേണ്ടത് അല്ലേ? എല്ലാവർക്കും അറിയാം, ഇതേ തത്വം തന്നെയാണ് പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പണത്തെ ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ, സന്തോഷിക്കാൻ, സമാധാനത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമേ പണം നമ്മുടെ കയ്യിൽ വരികയുള്ളൂ. അത് പ്രപഞ്ച സത്യമാണ്. ഇത് അംഗീകരിച്ചേ പറ്റും. അപ്പോൾ നമ്മൾ കം ടു ദ പോയിന്റ്. സ്ഥിരമായിട്ട് സന്തോഷവും സമാധാനം വേണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 10-15 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടെന്നു അല്ലേ? എല്ലാവർക്കും വേണ്ടായിട്ടാണ്, ടൈപ്പ് ചെയ്യാൻ മടിയായിട്ടാണ് അല്ലേ? അത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായി പറയാൻ പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഒരു മാജിക് ആണോ അല്ല ലോജിക്കാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ലോജിക്കാണോ മാജിക് ആണോ? ഓക്കെ, രണ്ടും ഉണ്ടെന്ന് പറയാം, സമ്മിശ്രമായിട്ട്. പക്ഷേ പറയാൻ പോകുന്ന കാര്യം എത്രയാണ്, ഇനിയുള്ള നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കോഴ്സ് ഒരു മാജിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാജിക്കൽ ക്ലാസ് ആണ്. പക്ഷേ ഒരു ഓവർനൈറ്റ് സക്സസ് സിസ്റ്റം അല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ നേരം വെളുക്കുമ്പോഴേക്ക് എല്ലാം മാറിക്കളിയുന്ന ഒരു പ്രോഗ്രാം അല്ല. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എങ്ങനെ എന്നും കൂടി ഞാൻ പറയാം. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ സത്യസന്ധമായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ മാറ്റങ്ങൾ ആരംഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വൈബ്രേഷനുകൾ മാറും. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം മാറും. പക്ഷേ ദിവസവും നിങ്ങൾ സത്യസന്ധമായി പ്രാക്ടീസ് ചെയ്താൽ. നോക്കൂ, എല്ലാവർക്കും അറിയുന്ന കാര്യം ഒന്നുകൂടി പറയാം. ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ അത് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു വൃക്ഷമായി മാറാറില്ല. അങ്ങനെ മാറുമെന്ന് ആരും ചിന്തിക്കുകയുമില്ല, മാറുകയില്ല. പക്ഷേ ദിവസേന ആവശ്യാനുസരണമുള്ള വെള്ളവും സൂര്യപ്രകാശവും നൽകിയാൽ, ശ്രദ്ധിച്ചാൽ അത് വളരുക തന്നെ ചെയ്യും. അതുപോലെയാണ് നമ്മുടെ എല്ലാ മനസ്സും. എന്താണ്? ആവശ്യാനുസരണമുള്ള പ്രാക്ടീസുകൾ കൊടുക്കുകയും അതിന് വേണ്ടുന്ന എക്സസൈസുകളും മെഡിറ്റേഷനുകളും കൊടുക്കുകയും, സൂര്യപ്രകാശം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൃത്യമായി പോകേണ്ട ധാതുലവണങ്ങൾ. പിന്നെയോ ശ്രദ്ധ കൂടി കൊടുത്താൽ ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകളുടെ ലിസ്റ്റിലേക്ക് നിങ്ങളും എത്തിപ്പെടും. ഒരു സത്യം മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകളെ നോക്കിയാൽ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യം, അവരെ വേർതിരിക്കുന്നത് അവരുടെ സാഹചര്യങ്ങളല്ല, പകരം അവരുടെ മൈൻഡ് സെറ്റ് മാത്രമാണ് എന്ന്. നോക്കൂ, ചില ആൾക്കാർ ഒരു പ്രശ്നം കണ്ടാൽ അവിടെ തകർന്നു വീഴും. പക്ഷേ ജയിക്കുന്ന ആൾക്കാരുടെ ലക്ഷണം
അവരൊരു പ്രശ്നം കണ്ടാൽ അതിൽ നിന്നും എങ്ങനെ വളരാൻ പറ്റും എന്ന് കണ്ടെത്തും. അതെനിക്ക് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തും. ഇവിടെയാണ് വ്യത്യാസം. എവിടെയാണ് വ്യത്യാസം? നമ്മുടെ മനസ്സിലാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, ഈ കോഴ്സിൻ്റെ അവസാനം നിങ്ങൾ നേടേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ചിന്തകളല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഇപ്പം തന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളല്ല നിങ്ങളുടെ ചിന്തകൾ എന്ന് കൺഫർമേഷൻ ഉണ്ട്? പറഞ്ഞോളൂ, മീ എന്ന് പറഞ്ഞോളൂ. നിങ്ങളല്ല നിങ്ങളുടെ ചിന്തകൾ. എത്ര പേർക്ക് ഞാൻ തന്നെയാണ് എൻ്റെ ചിന്ത എന്നും ഞാൻ തന്നെയല്ല എൻ്റെ ചിന്ത? നിങ്ങളാണോ നിങ്ങളുടെ ചിന്ത? അല്ല, നിങ്ങൾ ചിന്തകൾ വേറെയാണോ നിങ്ങൾ വേറെയാണോ? ഓക്കെ, ഉത്തരം മനസ്സിലായെങ്കിൽ മാത്രം മീ എന്ന് പറഞ്ഞാൽ മീ എന്ന് നോക്കൂ. ഇതാണ് നിങ്ങൾ ഇപ്പോൾ പുതിയ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തതുകൊണ്ട് പറയാണ്, പഴയ ആൾക്കാരുണ്ട്, അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ ഇവിടെ ജേണി ടു ഹാപ്പിനെസ്സിൽ നിങ്ങൾ വരാൻ പോകുന്നത്, മാറ്റപ്പെടാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തനായ ഒരാൾ എങ്ങനെ ആകും എന്നത്. ഇതുവരെ നിങ്ങൾ കണ്ട അനുഭവിച്ച ജീവിതമല്ല ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നെല്ലിനെയും പതിരിനെയും തിരിച്ചറിയാൻ ഇനി തുടങ്ങും. അപ്പോൾ ചില പതിരുകൾ, കളകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. അത് ചിലപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്ന ആ കളയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ഒമിറ്റ് ചെയ്യുന്ന ഡാഷ് ആവാം. ആരായാലും മാറ്റത്തിന് വേണ്ടി തയ്യാറായിക്കൊള്ളുക. ഓഫീസിൽ നിങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് എന്ന് പറയുന്ന ചങ്കാവാം. ഇതെവിടെ എന്തും സംഭവിക്കാം. ഈ യാത്രയിൽ ബി അവെയർ, അല്ലെങ്കിൽ എന്താ പറയുക, ബി അലേർട്ട്. എപ്പോൾ വേണമെങ്കിൽ എന്തും സംഭവിക്കുന്ന, കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം നിങ്ങളിൽ നിന്ന് പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ നിൽക്കും. നിങ്ങൾ ആവശ്യമുള്ളതേ ചിന്തിക്കൂ, ആവശ്യമുള്ളതേ പറയൂ, ആവശ്യമുള്ളതേ പ്രവർത്തിക്കൂ. റെഡിയാണോ? ഇനി മുതൽ അങ്ങോട്ട് ഞാൻ ആവശ്യമുള്ളതേ ചിന്തിക്കൂ, ആവശ്യമുള്ളതേ പ്രവർത്തിക്കൂ, ആവശ്യമുള്ളിടത്തേ ഞാൻ അവൈലബിൾ ആവുള്ളൂ. എല്ലായിടത്തും ഞാൻ അവൈലബിൾ അല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് എവിടെ വേണം എന്ന് ചിന്തിക്കുക. എല്ലായിടത്തും കയറി പോകണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം നിങ്ങൾ ഉണ്ടാവുക എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം ആൾക്കാരും മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് എന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കുക, ചിന്തകൾ എന്ന് പറയുന്നത് ഒരു മേഘം പോലെയുള്ള കാര്യമാണ്. അത് വരും പോകും. നിങ്ങൾ മേഘമല്ല, ആകാശമാണ്. ചിന്തകൾ എന്ന് പറയുന്നത് മേഘങ്ങൾ മാത്രമാണ്. അത് പോകുമ്പോഴും ആകാശം അവിടെ തന്നെ നിൽക്കും എന്നറിയുക. അപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വീണ്ടും വീണ്ടും പറയാൻ പോകുന്നു. അവെയർനെസ് ഈസ് ദ പവർ. ബോധമാണ് നമ്മുടെ കരുത്ത് എന്നത്. സെൽഫ് ഒബ്സർവേഷൻ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ. അവനവനെ ബോധപൂർവം നോക്കി മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന നിമിഷം മാറ്റം ആരംഭിച്ചിരിക്കും. അത് മാത്രമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ബോധത്തോടുകൂടി നിങ്ങളെ മറ്റാരെയും ഒബ്സർവ് ചെയ്യാൻ പോകണ്ട. നമ്മളിപ്പോൾ ആരെയും ഒബ്സർവ് ചെയ്യുന്ന, മറ്റുള്ളവനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അവനെങ്ങനെ, ഇവനെങ്ങനെ, അതെങ്ങനെ, ഇതെങ്ങനെ. ഇതല്ല, അകത്തോട്ട് നോക്കൂ എന്ന് പറഞ്ഞത്. ആർട്ട് ഓഫ് ലുക്കിംഗ് ഇൻസൈഡ്. അവനവനെ നോക്കുന്ന നിമിഷം മുതൽ മാറ്റം തുടങ്ങുന്നു. അപ്പോൾ നിങ്ങളോട് ഒരൊറ്റ ഒരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നെഗറ്റീവ് ആളുകളിൽ നിന്നും അകലം പാലിക്കുന്നു. നമ്പർ 1, നെഗറ്റീവ് ആളുകളിൽ നിന്നും അകലം പാലിക്കുന്നു. ഞാൻ ജയിച്ചു വന്ന വഴിയാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ ഇതേ എല്ലാ പ്രാക്ടീസുകളിലും കൂടിയാണ് വന്നത്. രണ്ടാമത്തത്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു.
ഡെയിലി അസൈൻമെന്റ്സുകൾ എഴുതുന്നു, ഡെയിലി ഈ വീഡിയോസ് കാണുന്നു, സ്കിപ്പ് ചെയ്യാതെ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തോന്നും ഒന്ന് വെച്ച്. ഞങ്ങളുടെ ആപ്പിന് ഒരു പ്രത്യേകത കൂടി സെറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ചെയ്താണ്. നിങ്ങൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ പിന്നെ നിങ്ങൾ കുറേ സമയം എടുക്കും, വീണ്ടും നിങ്ങൾ ഒന്നേന്ന് വെച്ച് തുടങ്ങേണ്ടി വരും. സ്കിപ്പിൻ്റെ ഓപ്ഷൻ അവിടെ കിട്ടില്ല. എന്താണെന്നറിയോ? അതിനെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നറിയോ? വളരെ കൃത്യമായിട്ട് ആലോചനയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഓ എനിക്കിതെല്ലാം അറിയാമല്ലോ, ഞാൻ ആരാ മോൻ, എനിക്കിത് ഇതൊക്കെ എത്ര കേട്ടതാന്ന്, ഇതൊക്കെ എത്രയുണ്ട്. ഞാനിത് വഴി വന്നതാ. ശില്പാനിൽ എഴുതിയ സാധനം 10 മാലിന്യങ്ങളിലൂടെ കടന്നു പോകും. എൻ്റെ കയ്യിൽ ഈ മാലിന്യങ്ങളില്ല, ഞാൻ ശുദ്ധമാണ്, ഒന്നുമില്ല. ഒന്ന് തൊടുമ്പോൾ അതെന്താ ഇങ്ങനെ, ഞാൻ അഹങ്കാരം എനിക്കോ, അയ്യോ സാറേ, ഞാൻ ജീവിതത്തിൽ അഹങ്കാരം കാണിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു കാര്യത്തെ തൊടുമ്പോൾ നാവുന്ന കാണും. ഭയങ്കര രസമുള്ള കാര്യമാണ്. ഈ 10 മാലിന്യങ്ങൾ തൊടുമ്പോൾ ഭയങ്കര ചിരിയാണ് നമുക്ക്. അല്ലാതെ അത് കഴിഞ്ഞു വന്നവർക്ക് ഭയങ്കര ചിരിയാണ്. അല്ലാത്തവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ആ മാലിന്യങ്ങളൊക്കെ ഒന്ന് പോകണം, അവിടെ എത്തണം മുമ്പ് കുറച്ചും കൂടി ശരിയാവണം, എന്നിട്ട് പോകാം. ആ 10 മാലിന്യം പോകുമ്പോൾ കൂടെയുള്ള നെഗറ്റീവ് ഫ്രണ്ട്സും പോകും. എൻ്റെ കാര്യത്തിൽ നോക്കി എല്ലാവരും തന്നെ സത്യം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായും പാലിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ ചായ കഴിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം, അതുപോലെ അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നുണ്ടോ എന്ന പോലെ, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം കഴിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായി പാലിക്കണം. അതെന്താണെന്ന് ഞാൻ പറയില്ല, ഞാൻ ടൈപ്പ് ചെയ്ത് ഇടാം. നിങ്ങൾ നിങ്ങളോട് സത്യസന്ധത പുലർത്തണം. മറ്റാരോടും പുലർത്തണം. നിങ്ങളോട് ഒരു തരത്തിലുള്ള കള്ളങ്ങളോ അസത്യങ്ങളോ പറയരുത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നറിയോ? അറിയാതെ പോലും ഒരു ദിവസം നമ്മളോട് മിനിമം എണ്ണിക്കഴിഞ്ഞാൽ ഒരു 10 കള്ളം പറയുന്നുണ്ട്. ബാക്കി പോട്ടെ, ഞാനൊക്കെ അതിനേക്കാളും കൂടുതൽ പറയണ്ടായിരുന്നു. എന്നാലും 10 മിനിമം ഉണ്ടാവും. ഉണ്ടാവും, യെസ് പറഞ്ഞോ നോക്കട്ടെ. അപ്പോൾ അത് വളരെ കൃത്യമായി നിങ്ങൾ പാലിക്കണം. കാരണം എന്താ അറിയോ? നിങ്ങളുടെ ജീവിതം മാറ്റാൻ പുറത്തു നിന്ന് ആരും വരില്ല. നിങ്ങളുടെ രക്ഷകനും നിങ്ങളുടെ ശിക്ഷകനും നിങ്ങൾ മാത്രമാണ്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹീലറും നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്ററും എന്ന്. കാരണം എന്താ? ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. കുറ്റബോധത്തോടെയുള്ള ജീവിതം അവസാനിച്ചിരിക്കുന്നു. വിക്ടം മൈൻഡ് സെറ്റ് ഇന്ന് നിങ്ങൾക്ക്, എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ എല്ലാവർക്കും അവസാനിച്ചിരിക്കുന്നു. എക്സ്ക്യൂസുകൾ അവസാനിച്ചിരിക്കുന്നു. സെൽഫ് ഡൗട്ടുകൾ അവസാനിച്ചിരിക്കുന്നു. റെഡിയാണോ? വിക്ടം മൈൻഡ് സെറ്റ് ഇല്ല, എക്സ്ക്യൂസ് ഇല്ല, സെൽഫ് ഡൗട്ട് ഇല്ല. റെഡി 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 എല്ലാവരും. 3 കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഉറച്ച് തീരുമാനിക്കുക. മറ്റൊന്നും വേണ്ട, നിങ്ങളതൊന്നും എന്താണോ ഉള്ളത് അത് കൃത്യമായി ഫോളോ ചെയ്യുക. മറ്റൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ആ യാത്ര ആരംഭിക്കാം. ഇപ്പോൾ എല്ലാവരും ആഴത്തിലുള്ള ശ്വാസം എടുക്കൂ. റിലാക്സ്. കണ്ണുകളൊന്ന് ഒരു നിമിഷം അടച്ചുകൊണ്ട് ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. 1-2 തവണ എടുത്തോളൂ. റിലാക്സ്. നിങ്ങളുടെ മനസ്സിനോട് സ്വയം ചോദിക്കുക, ഞാൻ യഥാർത്ഥത്തിൽ മാറാൻ തയ്യാറാണോ? ഞാൻ യഥാർത്ഥത്തിൽ മാറാൻ തയ്യാറാണോ? ഉത്തരം അതെ എന്നെങ്കിൽ എൻ്റെ കൂടെ ഇന്നു മുതൽ നമുക്ക് യാത്ര ആരംഭിക്കാം. സ്വാഗതം എല്ലാവർക്കും. മനസ്സിനെ കീഴടക്കുക, ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ള നമ്മുടെ യാത്രയിലേക്ക് നമ്മൾ തുടങ്ങാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ഡേ വിത്ത് മോർ ഡീറ്റെയിൽസ്.
ആൻഡ് പ്രാക്ടീസ് സെഷൻ ഞാൻ ഗ്രൂപ്പിലിടാം. എല്ലാവരും യാത്രക്ക് തയ്യാറാവും. റെഡി? താങ്ക് യു ആൾ. ലവ് യു ആൾ.